ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതായത് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോസ്റ്റ് കണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തത് കണ്ടവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് നടന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ നിങ്ങളോട് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോന് അന്ന് രാവിലെ ആളെന്നെ ഡ്രസ്സപ്പ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നും ഞങ്ങൾ തന്നെയായിരുന്നു ഡ്രസ്സപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നത്. ഇന്ന് വരെ ആളും ഗോൾഡ് ചെയിനോ ഒന്നും സ്കൂളിലേക്ക് ഇട്ട് കൊണ്ടുപോയിട്ടില്ല. അന്ന് തലേന്ന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആളത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അതായത് മോൻ തന്നെ ഡ്രസ്സപ്പ് ചെയ്ത് പോയതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചതും ഇല്ല. പിന്നെ ഞങ്ങൾ രണ്ടാളും വർക്കിന് പോയി. അപ്പോൾ രാത്രി വന്നപ്പോഴാണ് അവൻ പറയുന്നത്, ഇങ്ങനെ അമ്മ ഊരി തന്നിട്ടുണ്ടായിരുന്നില്ല, മറന്നുപോയി അമ്മയ്ക്ക്, ഞാൻ തന്നെ എങ്ങനെയോ ഊരി ഞാൻ ബാഗിൽ വെച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ബാഗിൽ നോക്കുന്നത്. അന്നേരം ഒരു 9:30-10 മണി ആവാറായിട്ടുണ്ട് രാത്രി. അപ്പം നോക്കുന്ന സമയത്ത് ബാഗിലില്ല. അപ്പോൾ അവന് ഊരി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ടീച്ചറെ കോൺടാക്ട് ചെയ്തു. പക്ഷേ ടീച്ചർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ 1-2 പേര് അവന് ഊരാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ബാഗിലാണ് നമ്മൾ ഇട്ട് കൊടുക്കാറില്ല ഒരുപാട്. ഇപ്പോൾ അവൻ അംഗനവാടി LKG UKG ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഗോൾഡ് ചെയിൻ ഇട്ട് കൊടുത്തിട്ടില്ല. അന്നും നമ്മൾ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും അത് ഊരി വെച്ചേനെ. പിന്നെ അവന് ടെൻഷൻ ആയതുകൊണ്ട് അത് പോവാതിരിക്കാൻ വേണ്ടി അവൻ ചെയ്തതാണ് ബാഗിലിട്ടത്. പക്ഷേ ആ ബാഗിലിട്ടതാണ് പറ്റിപ്പോയത്. പോയി ആക്ച്വലി അവനെന്താ ഇങ്ങനെ ഊരാൻ കിട്ടിയെന്ന് അറിയില്ല, അത്രയ്ക്കും ടൈറ്റാണ്. എനിക്ക് തന്നെ ഊരാൻ കിട്ടാറില്ല, ഹസ്ബൻഡാണ് ഊരി വെക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇൻ കേസ് അതായിരുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പോസ്റ്റ് ഇട്ട സമയത്ത് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നതില്ലേ, ആ മെസ്സേജസിൽ ഒരുപാട് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. അതായത് ആൾക്കാർ കിട്ടിയില്ലേ അങ്ങനെ ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അല്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതാണോ സ്കൂളിലേക്ക് ഇങ്ങനെ ഗോൾഡ് ചെയിൻ ഇട്ടിട്ടാണോ പറഞ്ഞയക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞവർ, അതിട്ട് കൊടുത്തിട്ടാണോ ഇട്ടത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ആക്ച്വലി അങ്ങനെ ഒരാൾ പാരൻസ് ചെയ്യില്ലല്ലോ, ഇട്ട് കൊടുക്കാൻ പാടില്ലെന്ന് നമുക്കറിയാമല്ലോ. അപ്പം നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നുള്ളത് ആൾക്കാർക്ക് തിങ്കിങ്ങില്ല. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, നമ്മളെ കൂടെ നിന്നവരുണ്ട്. നമ്മൾ തിരയുന്ന സമയത്ത് നമ്മളെ തിരയാത്ത സമയമില്ല. അവിടെ ഇടക്കിടക്ക് പോയി തിരയാറുണ്ടായിരുന്നു. അപ്പോൾ തിരഞ്ഞപ്പോൾ നമ്മളെ കൂടെ വന്ന് തിരഞ്ഞവരുണ്ട്. അതായത് കുട്ടേട്ടനും വിനീതേച്ചിയൊക്കെ നമ്മുടെ കൂടെ വന്ന നമ്മളെ നാട്ടിലുള്ളവർ തന്നെയാണ്. അപ്പം ഫ്രണ്ടാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ തന്നെ തിരയാൻ വേണ്ടി വന്നു. ഞാൻ വരടെ തിരയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ കൂടെ തന്നെ തിരഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട്. നമ്മൾ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നതെന്ന് അറിയാതെ അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചവർക്കൊന്നും ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഈ കാണുന്ന നിങ്ങളിലും അങ്ങനെ ഒരാൾ തീർച്ചയായും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ അതെങ്ങനെ നടന്നു ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി കാട്ടാം. അപ്പോൾ ഓക്കെ, ബൈ.